ഹലോ അസ്സലാമു അലൈക്കും ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം ക്ലാസ് അറബി എക്സാമിന് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പക്ഷേ ചില കുട്ടികൾക്ക് അറിയില്ല, അതുകൊണ്ട് സാർ യൂട്യൂബിൽ വന്നത്. ഇങ്ങനെ 3 വരി കവിത കൊടുക്കും താഴെ, എന്നിട്ട് മേലെ കവിതൻ്റെ ഇതിലേതെങ്കിലും ഒരു കവിതൻ്റെ ലൈൻ ഇങ്ങനെ ബോക്സിൽ കൊടുക്കും. നമ്മളോട് പറയും ഈ ലൈൻ മീനിങ് ഇതിലേത് വരീൻ്റെതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുക. ഇതെടുത്ത് എഴുതുക, പിന്നെ ഇതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വരി ഇത് ഏതാണെന്ന് നോക്കിയിട്ട് കണ്ടെത്തി എഴുതുക. അപ്പോൾ ചിലത് പറയും സാറേ ഞങ്ങൾക്ക് മീനിങ് ഒന്നും അറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ കണ്ടെത്താം? അതിന് വലിയ മീനിങ് ഒന്നും അറിയണ്ട, നമുക്ക് ഇത് നല്ലപോലെ വായിച്ചു നോക്കുക, ഇത് നല്ലപോലെ വായിച്ചു നോക്കുക. അങ്ങനെ വായിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ അസ്ഹാർ, ഇവിടെ സഹർ നമ്മൾ കണ്ടു. ഓക്കെ. പിന്നെന്താണ്, പിന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നെഹ്നു അല്ലേ, ഇവിടെ ബാക്കി വേർഡൊന്നും വരുന്നില്ലല്ലോ. യെസ്, ആ ബാക്കിയുള്ള വേർഡൊന്നും ഇതിൽ വരുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നൂറ് പ്രകാശം, ലിയാവ് പ്രകാശമാണ് അല്ലേ. അതേപോലെ തന്നെ ഹയാത്ത് ജീവിതം, ദുനിയാ ജീവിതം അല്ലേ. ഇങ്ങനെ കുറേ വാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതിൽ വരുന്ന വാക്കുകൾ ഈ 1, 2, 3 ചിലപ്പോൾ ഒരു വാക്കുണ്ടാവുള്ളൂ. ഇതിൽ ഇതിൽ ഏത് ലൈനിലാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നോക്കുക. ഇതിൽ വരുന്ന വാക്കുകൾ ഇതിൽ ഏത് വരിയിലാണോ ആവർത്തിച്ച് വരുന്നത് നോക്കുക. അപ്പോൾ അതായിരിക്കും നസർ ഇപ്പോൾ കണ്ടെത്തി. അങ്ങനെയല്ലേ, ഇതിന് മീനിങ് നോക്കിയിട്ടല്ലോ. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കണ്ടെത്താൻ പറ്റും. ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിന് നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്കോ അതല്ലെങ്കിൽ 3 മാർക്കിനെ ചോദിക്കും. ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റും. റെഡി അല്ലേ? യെസ്, ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.